ട്രാവൻകൂർ സിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് താരറാണിമാരായിരുന്ന ലളിത, പത്മിനി, രാഗിണി എന്നീ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒപ്പം അവരുടെ അമ്മാവന്റെ മകളായ ഒരു നടി കൂടി വളർന്നു വന്നു. അവർ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തിരക്കുള്ള ഒരു അഭിനേത്രിയായി മാറി. നൃത്തവേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ആ മലയാളി പെൺകുട്ടിക്ക് ആദ്യം അവസരമൊരുക്കിയത് തമിഴ് സിനിമാവേദിയായിരുന്നു. ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ക്യാമറയിലേക്ക് പകർത്തപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. അന്നും ഇന്നും അത്രയധികം ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത 2500ഓളം സിനിമകൾ എന്ന റെക്കോർഡിലേക്കാണ് പിൽക്കാലത്ത് ആ നടി നയിക്കപ്പെട്ടത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി മുതൽ ബംഗാളി സിനിമയിൽ വരെ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറിയ മഹാനടി. മികച്ച സഹനടിക്കുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളും കലൈ മാമണി മുതൽ പത്മശ്രീ വരെയുള്ള പരമോന്നത ബഹുമതികളും ഭാഷാതീതമായി സമ്മാനിക്കപ്പെട്ട മഹാപ്രതിഭ. മലയാള സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും കണ്ട അത്യപൂർവമായ ഒരു അമ്മ നക്ഷത്രം. ആയിരക്കണക്കിന് സ്ത്രൈണഭാവങ്ങൾ അനശ്വരമാക്കി 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസത്തിൽ നമുക്കരികിൽ നിന്നും അണഞ്ഞുപോയ ഓർമ്മയിൽ എന്നും സുകുമാരിയമ്മ. മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവമാഷന്? ഇതാണ് ഇംഗ്ലീഷ് ഡാൻ. ഈ സാറിന് എന്റെ മോനാവാനുള്ള പ്രായമേ ഉള്ളൂ. മോനെ, അസ്സലാമു അലൈക്കും. എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ, ഐ ഡോണ്ട് മൈൻഡ്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. ലോകത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതിയ അവന് പുറത്തേക്ക് അയച്ചത്. ഈ നേരത്താണോ റിപ്പയർ? മണി എത്രയെന്ന് അറിയാമോ? അരുൺ ദുബായിലാണെന്നല്ലേ പറഞ്ഞത്? I have been there for few hours. ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവൽ എന്ന് പേരുള്ള സിനിമയിലാണ് സുകുമാരിയമ്മ അവസാനമായി അഭിനയിച്ചത്. ആ ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാരിയമ്മ ഉണ്ടായിരുന്നിടത്തോളം കാലം അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളിലും സുകുമാരിയമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുകുമാരിയമ്മയെ ഉൾപ്പെടുത്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സ്ഥിരം പരിചിതമായ, മലയാളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭ, മികച്ച സംവിധായകൻ, ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ ജോസ് സാർ. സാർ, സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക്. ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, ഇമ്മാനുവൽ എന്നതാണ് സുകുമാരിയമ്മയുടെ അഭിനയിച്ച മലയാളത്തിലെ അവസാന ചിത്രം. അതുവരെയും സുകുമാരിയമ്മ ഉള്ളിടത്തോളം കാലം വരെയുമുള്ള എല്ലാ ചിത്രങ്ങളിലും, ലാൽ ജോസ് സാറിന്റെ ചിത്രങ്ങളിൽ സുകുമാരിയമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് സഹസംവിധായകനായിരുന്ന കാലം തൊട്ട് തന്നെ സാറിനൊരു ആത്മബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ. ആദ്യ ചിത്രത്തിൽ വിളിച്ചപ്പോൾ അനുഭവം? ആദ്യ സിനിമ മറവത്തൂർ കനവ് പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ലളിത ചേച്ചിയുടെ കൂടെയാണ്. കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ലളിത ചേച്ചിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സുകുമാരിയമ്മയുണ്ട്, സാറിന്റെ പടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രീനേട്ടനാണ് ആക്ച്വലി സുകുമാരിയമ്മേനെ സജസ്റ്റ് ചെയ്യുന്നത്, ഇത് സുകുമാരി ചേച്ചിയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുകുമാരി ചേച്ചി വരുന്നത്. ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം സുകുമാരിയമ്മക്ക് ശരിക്കും വർക്കില്ല. പക്ഷെ പുള്ളിക്കാർ അടുത്തവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പം പൂജ തുടങ്ങാൻ പോവാണ്. അപ്പോൾ തേങ്ങയുടെ മീത കർപ്പൂരമൊക്കെ വെത്തിച്ച് ഇതാര് പൂജിക്കും എന്ന് നോക്കിയപ്പോൾ സുകുമാരിയമ്മ വേഗം വന്നിട്ട് ആ തേങ്ങ മേടിച്ച് പുള്ളിക്കാരി തന്നെ അത് കത്തിച്ച് ഒഴിഞ്ഞു. അങ്ങനെ ആ സിനിമ കഴിഞ്ഞു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം പോലെ, ചെറിയൊരു ആഘോഷം പോലെ ഉണ്ടായത് സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ്. സിയാദ് കോക്കർ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയാണത്. അപ്പോൾ അതിൻ്റെ സെറ്റിലേക്ക് എന്നെയും ബിജു മേനോനെയൊക്കെ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വൈഫും മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് സുകുമാരി ചേച്ചി അവളെ വിളിച്ച് കുറെ ഉപദേശിച്ചു. കാരണം ഈ സിനിമ ഓടി ഇനി ഇവന് തിരക്കാവും,
അപ്പോൾ ഒരു സംവിധായകന്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ചെറിയ പാരയാണ് ആദ്യം. പക്ഷെ അടുത്ത സിനിമ തുടങ്ങുന്ന സമയത്ത് അതിലും സുകുമാരി ചേച്ചിക്ക് ഒരു റോള് വന്നു, ബിജുവിന്റെ അമ്മയായിട്ട്. ചെറിയ ചന്ദന ഒതുക്കാൻ നിൽക്കില്ല, അത് അതിലും ചെറിയ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, കഴിഞ്ഞ സിനിമ ചേച്ചിയാണ് വിളക്ക് എത്തിച്ചതും തേങ്ങ പൂജയൊക്കെ നടത്തിയത്. അതിന്റെ ഒരു ഐശ്വര്യ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഇപ്പൊ ചേച്ചിക്ക് ആ ദിവസം വർക്കില്ല, മൈസൂരാണ് ഷൂട്ടിങ് നടക്കണം. അതിനെന്താ പറഞ്ഞാൽ ഞാൻ വരും, ഞാൻ വന്നിട്ട് കത്തിക്കുന്നു. ഭയങ്കര തിരക്കില് ഓടി നടക്കുന്ന ആള് ആ സിനിമയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ വേണ്ടിയിട്ട് വന്നു. അവിടെ വന്നിട്ട് അതിന്റെ വിളക്ക് കൊളുത്തിയിട്ട് പോയി. അത് തൊട്ടിട്ടാണ് തോന്നുന്നത് ഞാൻ പിന്നെ അതൊരു നല്ല മനസ്സുള്ള ആളുടെ ഒരു ധൈര്യമായിട്ട് വേണം കണക്കാക്കാൻ. നമ്മളിപ്പോ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് പോലും നമ്മളൊരു പൂജയ്ക്ക് വിളക്ക് കത്തിക്കുമെന്ന് വെച്ചാൽ ചിലര് ഒഴിഞ്ഞു മാറും. കാരണം സിനിമയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണ്, ഇതിനുണ്ടാകുന്ന ഏത് കുഴപ്പവും എന്റെ തലയിലാകുമോ എന്ന് പറഞ്ഞിട്ട് അല്ലെ അവനവന്റെ സുരക്ഷ നോക്കി മാറുമ്പം ഒരാള് ഞാൻ വരാം, ഞാൻ കത്തിക്കാമെന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസം, അത് നന്നാവും അല്ലെങ്കിൽ അയാൾ നന്നാകണം എന്നുള്ളത് ഉണ്ടാകുന്ന ഒരാളുടെ ഒരു ആക്ട് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ആ ഒരു ബന്ധം പിന്നീട് മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കാരണം അത് ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ധൈര്യം ഭയങ്കര ധൈര്യമാണ്. രണ്ടാമത്തെ സിനിമയാണ്, ഇതെന്താവെന്ന് അറിയില്ല. കഴിഞ്ഞ സിനിമയിൽ മമ്മൂക്കയും ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഓർക്കപ്പുറത്ത് മുയല് ചത്താണ് എന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു സിനിമയിൽ സുകുമാരി ചേച്ചിയെ പോലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് ഞാൻ വന്ന് വിളക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് തമ്മിൽ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. സാർ, നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. ഓർമ്മയിലെ